നമ്പർ സിസ്റ്റത്തിന്റെ ഡിവിസിബിലിറ്റി റൂളുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇഫ് ദ 4-digit number x6y is exactly divisible by 9, then the least value of x plus y is എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്പർ നമ്മളോട് 9 കൊണ്ട് ഡിവിസിബിൾ ആകണം എന്നാണ് പറയുന്നത്. ആൻഡ് 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിന്റെ എല്ലാ ഡിജിറ്റ്സും പ്ലസ് ചെയ്യുമ്പോൾ നമുക്കത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ നമുക്ക് ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ് പ്ലസ് 6 പ്ലസ് 7 പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ 6 പ്ലസ് 7 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സ് പ്ലസ് വൈ പ്ലസ് 6 പ്ലസ് 7 എന്ന് പറയുന്നത് 13 എന്ന് വരും. അപ്പോൾ 13 എന്ന് വരുവാണെങ്കിൽ ഈക്വൽ ടു നമ്മുടെ 9ന്റെ ഒരു മൾട്ടിപ്പിൾ. പക്ഷേ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലീസ്റ്റ് വാല്യൂ ആണ് ചോദിക്കുന്നത്. അതും ഏതിൻ്റെ? ആ എക്സ് പ്ലസ് വൈൻ്റെ. അങ്ങനെയാണെങ്കിൽ 13ന്റെ മുകളിലുള്ള നമുക്കറിയാവുന്ന 9ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് ആലോചിക്കുക. അപ്പോൾ 13ന്റെ മുകളിലുള്ള 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരണം? 18 വരണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ആ തന്നിരിക്കുന്ന ഫുൾ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 13 ഇപ്പുറത്ത് വന്ന് നമ്മുടെ 18ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എക്സ് പ്ലസ് വൈയുടെ ഏറ്റവും ലീസ്റ്റ് വരാൻ സാധ്യതയുള്ള വാല്യൂ, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 18 മൈനസ് 13 5 ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. സോ നമ്മുടെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.